നമസ്കാരം. റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ അവരുണ്ടാക്കുന്ന ചില പ്രത്യേകതരം ചലനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. ഒപ്പം അതിന് മുന്നോടിയായി 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും തമ്മിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധമുണ്ട്. 24 ന്യൂസ് റിപ്പോർട്ടറിൻ്റെ ഉടമയെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയും അതിലെ ഓരോ ജീവനക്കാരനെയും അവഹേളിക്കുന്ന വിധത്തിൽ റിപ്പോർട്ടർ ചാനൽ വലിയ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരും. തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ ചാനൽ 24ൻ്റെ ചെയർമാൻ ആലിംഗൽ മുഹമ്മദിനെ വാരിയെടുത്തലക്കി ഒരു FIR പുറത്തു വന്നു. അയാൾ 2000 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നു. അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ അല്പസമയം മുമ്പ് മറ്റൊരു വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിനെതിരെ 24 ഒരു ഹാക്കറുടെ സഹായത്തോടെ പുറത്തുവിട്ട രേഖകൾ അത് വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തി കളമശ്ശേരി പോലീസ് FIR ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ കണ്ട് പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഉൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന, നമ്മൾ ഉൾപ്പെടുന്ന പ്രേക്ഷകർ എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, അത് പ്രേക്ഷകർ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ്, കേരളത്തിൻ്റെ ദിശ മാറ്റിമറിക്കുന്ന ജേർണലിസം ഇടപെടലുകൾ നടത്തുന്ന 2 മുൻനിര സ്ഥാപനങ്ങൾ, ഒന്ന് കേരള മാധ്യമ ലോകത്തിൻ്റെ കുലപതിയായിട്ടുള്ള R ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള 24 ന്യൂസ്, കേരളത്തിൽ എന്നും വാർത്താ മേഖലയിൽ, വാർത്താധിഷ്ഠിത രംഗത്ത്, എൻ്റർടൈൻമെൻറ്റ് മേഖലയിലൊക്കെ ഒരുപാട് വൈവിധ്യങ്ങളും പുതിയ പുതിയ പരീക്ഷണങ്ങളും നടത്തി വിജയിച്ചു മാത്രം ചരിത്രമുള്ള ഒരാളാണ് R ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു 24 ന്യൂസും ഫ്ലവേഴ്സും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുതിച്ചുയർന്ന് വൻ മുന്നേറ്റം ഈ 2 സ്ഥാപനങ്ങളും നടത്തി. 24 ന്യൂസ് കെട്ടിലും മട്ടിലുമൊക്കെ വലിയ പുതുമ കൊണ്ടുവന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനെയൊക്കെ അടിച്ച് നിലംപരിശാക്കി റേറ്റിങ്ങിൽ കുതിച്ചുയർന്നു. ഒരു വലിയ മുന്നേറ്റം, തൊടാൻ ആരുമില്ലാത്തൊരവസ്ഥ. കുറേ കാലം അങ്ങനെ പോയി. 24ൻ്റെ പല രീതികളും അനുകരിച്ച് മോർണിംഗ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ ഫോളോ ചെയ്യേണ്ടി വന്നു. പൊടുന്നനെയാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന 36കാരൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനൽ റീബ്രാൻഡ് ചെയ്യപ്പെടുന്നു. റീബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമകൾ മാറുന്നു, അതിൻ്റെ സംവിധാനങ്ങൾ മാറുന്നു, കോടികൾ റിപ്പോർട്ടർ ചാനലിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു, വാഹനങ്ങൾ നിരനിരയായി വരുന്നു റിപ്പോർട്ടറിൻ്റെ പേരിൽ, അവരുടെ DSNG OB വാനുകൾ എല്ലാം അതിവേഗത്തിൽ നന്നാക്കുന്നു, ബസ് വാങ്ങുന്നു, ട്രാവലർ നന്നാക്കുന്നു, കെട്ടിടമൊക്കെ ഗംഭീരമാക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഏതോ ഒരു ഫിനാൻഷ്യൽ ഡീലിൻ്റെ ഭാഗമായിട്ട് തൽക്കാലത്തേക്ക് കുറേ പണം വെളുപ്പിക്കാനുള്ള എന്തോ സെറ്റപ്പാണെന്നാണ്. പക്ഷേ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരൊറ്റ കുതിപ്പായിരുന്നു. ആ കുതിപ്പിൽ നിന്ന് അവർ താഴെ പോന്നിട്ടില്ല. സ്വാഭാവികമായും ഇത് വലിയ വിഷമം ഉണ്ടാക്കുന്നത് R ശ്രീകണ്ഠൻ നായർക്കും 24 ന്യൂസ് ചാനലിനുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഗോകുലം ഗോപാലൻ എന്ന പ്രമുഖനായ ബിസിനസ്സുകാരൻ ഈ 2 ചാനലിലും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് കഥകൾ. എനിക്കറിയില്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഗോകുലം സാറ് ക്ഷമിക്കുക. പക്ഷേ ഈ 24 ന്യൂസ് ചാനലിനെ വെല്ലുന്ന വിധത്തിൽ റിപ്പോർട്ടർ ബാർക്ക് റേറ്റിംഗിൽ ഉൾപ്പെടെ, യൂട്യൂബ് വ്യൂവർഷിപ്പിൽ ഉൾപ്പെടെ 24നെ അതേപോലെ കോപ്പി അടിച്ച്, അതായത് അവരുടെ സ്ക്രോളും അതിൻ്റെ കളർ ടോണും ഒക്കെ അതുപോലെ പകർത്തിയിട്ടാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കാരണം 24ൽ ഇതൊക്കെ നടപ്പാക്കിയ അനിൽ അയിരൂർ എന്ന് പറയുന്ന അവരുടെ പഴയ തലവൻ, അതായത് ശ്രീകണ്ഠൻ നായർ സാർ കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അനിൽ അയിരൂർ. അദ്ദേഹവും സുജയ പാർവതിയും അരുൺകുമാറും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്താണ് 24ൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് വരുന്നത്. അവർ തമ്മിൽ എന്തോ ഒരു ഈഗോ പ്രശ്നമുണ്ടായി, അവിടുന്ന് അവർ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ നായരോട് ഇടഞ്ഞ ഒരു വിഭാഗം ആൻഡോ അഗസ്റ്റിനുമായി കൈകോർക്കുന്നു, അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിന് അവരെ പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം അവരൊന്നിച്ച് റിപ്പോർട്ടർ ചാനൽ 24ൽ വിജയിപ്പിച്ച അതേ മാതൃകയിൽ, അതേ കളർ ടോൺ, അതേ ഗ്രാഫിക്സ്, ഒറ്റയടിക്ക് ഇത് രണ്ടും ഏതാണ്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് റിപ്പോർട്ടർ അങ്ങ് കത്തിച്ചു കയറുന്നു. സ്വാഭാവികമായും അത്യാധുനിക സാങ്കേതിക വിദ്യ, എണ്ണം പറഞ്ഞ കിഡിലൻ ജേർണലിസ്റ്റുകളുടെ ഒരു വമ്പൻ പട, വാർത്താ അവതാരകരായിട്ട് 10ൽ താഴെ എണ്ണം പറഞ്ഞ ഗംഭീര അവതാരകർ, അത്രയും വാല്യൂ ഉള്ള അവതാരകർ, 24നേക്കാൾ വളരെ മുന്നിലായി റിപ്പോർട്ടർ കുതിക്കുകയാണ്. 24 ന്യൂസിൻ്റെ ഞാനൊരു വിഷയമായിട്ട്, എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള, അവിടെ ശ്രീകണ്ഠൻ നായരെക്കാൾ വലുതായിട്ട്, അതായത് ശ്രീകണ്ഠൻ നായർക്കും മുകളിൽ സ്ക്രീൻ പ്രസൻസ് അവിടെ ആർക്കും കിട്ടില്ല. അല്ലെങ്കിൽ എല്ലാത്തിലും ശ്രീകണ്ഠൻ നായർ ഓടി നടക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ അദ്ദേഹം വന്ന്
പരിപാടികൾ അവതരിപ്പിക്കുന്ന ആ ഒരൊറ്റ ഫേസിൽ അധിഷ്ഠിതമായിട്ടാണ് 24 ഓടുന്നത്. ഹാഷ്മിയൊക്കെ ഉണ്ടെങ്കിലും ശ്രീകണ്ഠൻ നായരാണ് അതിന് മെയിൻ. പക്ഷേ റിപ്പോർട്ടറിൻ്റെ കാര്യം നോക്കുക. റിപ്പോർട്ടറിന് എത്രയെത്ര മുഖങ്ങളാണ്. അതും എല്ലാവർക്കും നല്ല പ്രാധാന്യം ആ ചാനൽ കൊടുക്കുന്നുണ്ട്. അതാണ് ആ ചാനൽ മുതലാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺകുമാർ, സ്മൃതി, ഇപ്പോൾ ജിമ്മി ജെയിംസ്, സുജയ, പിന്നെയും അവതാരകർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ നല്ല അത്യാവശ്യം ശ്രദ്ധ നേടുന്ന വിധത്തിലുള്ള സ്ക്രീൻ പ്രസൻസ് കൊടുത്ത് ഒരാൾ ഒരു ദിവസം അവധിയാണെങ്കിലും മാറി നിന്നാലും അത് പുറത്തറിയാത്ത വിധത്തിൽ മറ്റുള്ളവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു, അതായത് ഒരിക്കലും റിപ്പോർട്ടറിൻ്റെ പഞ്ച് കുറയുന്നില്ല. അത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടർ ഒരു വലിയ പരീക്ഷണം നടത്തുന്നു, കൂടുതൽ ആളുകളെ അഫോർഡ് ചെയ്യുന്നു. അതായത് കേരളത്തിലെ ഏത് ദൃശ്യമാധ്യമത്തിലും കിട്ടുന്നതിനേക്കാൾ വലിയ ശമ്പളം റിപ്പോർട്ടർ കൊടുക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നല്ല ജേർണലിസ്റ്റുകൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ബലത്തിലാണ് റിപ്പോർട്ടർ ചാനൽ റേറ്റിങ്ങിൽ ഒന്നാമതെത്തിയതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു ചാനൽ സജീവമായി നിരന്തരമായി ബ്രേക്കിംഗ് ന്യൂസുകളും ഒരു ചടുലമായി എപ്പോൾ റിപ്പോർട്ടർ വെച്ച് നോക്കിയാലും ആളുകൾക്ക് അതിൻ്റെ അകത്ത് അത് പെട്ടെന്ന് മാറ്റാൻ തോന്നില്ല. പക്ഷേ 24 വെച്ചാൽ എപ്പോഴും മിക്കപ്പോഴും പരസ്യമായിരിക്കും, അല്ലെങ്കിൽ ചതഞ്ഞ വാർത്തകളായിരിക്കും. അത് എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രീകണ്ഠൻ നായരുള്ളപ്പോൾ 24 ആയിരിക്കും നമ്പർ 1. പക്ഷേ ആ സമയം കഴിഞ്ഞാൽ അതിനൊപ്പം പിടിക്കാൻ പറ്റുന്ന ആളുകളില്ല. പക്ഷേ റിപ്പോർട്ടറിൽ അതല്ല. എപ്പോഴും ഓരോരോ അവതാരകർ, അതായത് സുജയ, സ്മൃതി, ഈ പറയുന്ന അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, ജിമ്മി ജെയിംസ്, അങ്ങനെയുള്ള ആളുകൾ, ചടുലമായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ എൻഗേജ്ഡായിട്ട് നിർത്തുന്നുണ്ട്. ചില സമയത്ത് ഇവരെല്ലാവരും ഒന്നിച്ച് വരുന്നു, ചില സമയത്ത് 2 പേര് വരുന്നു, ചില സമയത്ത് ഒരാൾ തന്നെ കുറേ നേരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിടിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ ചടുലത റിപ്പോർട്ടറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവാക്കളടക്കമുള്ള ആളുകൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നാൽ റിപ്പോർട്ടറിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചടുലതയും അതിൻ്റെ പഞ്ചും ഒരു 10-20 റിപ്പോർട്ടർമാരെ ഒറ്റയടിക്ക് സ്ക്രീനിൽ നിർത്തി തുടർച്ചയായി അതിൻ്റെ പിറകെ പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ലൈവ് വിഷയം ഡെവലപ്പ് ചെയ്താൽ ആളുകൾ റിപ്പോർട്ടറിലേക്ക് പോകുന്നു എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാര്യം, ഞാൻ സാറ്റലൈറ്റ് ചാനലിൽ ഏതാണ്ട് 7 വർഷത്തോളം ജോലി ചെയ്തതാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ തന്നെയായിരുന്നു. നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ അവിടെ ഉണ്ട്. തുടങ്ങിയ ഏകദേശം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാൻ ജോയിൻ ചെയ്തതാണ്. കണ്ണൂരിലെ ബ്യൂറോ ചീഫായിട്ട് 5 വർഷത്തോളം ഉണ്ടായിരുന്നു. മറ്റ് പല ജില്ലകളിലും ബ്യൂറോ ചീഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അന്ന് മുതലേ നമ്മൾ ഈ ചാനലിൻ്റെ ഒരു വാർത്താ ചാനലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് പുറത്ത് നോക്കിയാലും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ വ്യാജ ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കി അതിനുവേണ്ടി 100 കോടി ക്രിപ്റ്റോ കറൻസി കൊടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തകൾ 24 എയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതിന് ആവശ്യമുണ്ടോ റിപ്പോർട്ടർ ചാനലിന്? അവരൊന്നാമത് ലാൻഡിങ് പേജ് കേരള വിഷൻ ഓൺ ചെയ്താൽ അവരാണ് വരുന്നത്. അതിലൂടെ തന്നെ നല്ല റേറ്റിംഗ് കിട്ടും. പിന്നെ ജനങ്ങൾ റിപ്പോർട്ടർ ചാനൽ കാണുന്നുണ്ടെന്നേ, നിങ്ങളൊന്ന് വെറുതെ നോക്ക്. ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിലോ ഒരു മുടിവെട്ട് കടയിലോ അല്ലെങ്കിൽ പബ്ലിക് ഗ്യാദർ ചെയ്യുന്ന എവിടെ ചെന്നാലും ഇപ്പോൾ റിപ്പോർട്ടറാണ് വെക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. അത് വ്യാജമായി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ചില സൂത്രപ്പണികളൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവാം, അതെനിക്കറിയില്ല. പക്ഷേ പൊതുവിൽ ജനങ്ങൾ റിപ്പോർട്ടർ വെക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുക. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് റിപ്പോർട്ടറിൻ്റെ ലിങ്കുകളും റിപ്പോർട്ടറിൻ്റെ വീഡിയോസും ആയിരിക്കും കയറി. കാരണം അത്രയും ചടുലമായി അത്രയും വേഗത്തിൽ പണിയെടുക്കാൻ ആവശ്യത്തിലധികം പിള്ളേരുണ്ട്, അവിടെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് വില കൊടുത്ത് വാങ്ങിച്ചതാണ് എന്ന വാർത്ത 24 ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സസൂക്ഷ്മം വീക്ഷിച്ചു. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയ സംശയം ഞാൻ പറയാം. ഈ റിപ്പോർട്ടറിനെതിരായിട്ട് 24 പുറത്തുവിട്ട വാർത്തയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല. ഒരു ചാനൽ എന്നാണ് പറഞ്ഞിരുന്നത്. അത് തന്നെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മയുടെ ലക്ഷണമാണ്. നമ്മൾ പറയില്ല, ഇപ്പോൾ പരസ്യക്കാരായ ആളുകൾക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ ഗതികെട്ട് വാർത്ത കൊടുക്കുന്ന സമയത്ത് ചാനലുകൾ പ്രമുഖ വ്യക്തി, പ്രമുഖ സ്ഥാപനം, ഒരു പ്രമുഖ ആശുപത്രി എന്നൊക്കെ പറയാറുണ്ട്. വാർത്ത കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു ടാക്ടിക്സാണ് 24 ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിപ്പോർട്ടറിൻ്റെ പേര് അവരെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ റിപ്പോർട്ടർ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ ആ പേരുകൾ പറഞ്ഞു, ആ വാർത്ത അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതിൽ വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞ് ഇവർ ചില ചാറ്റുകൾ പ്രസൻറ്റ് ചെയ്തിരുന്നു. ആ ചാറ്റുകളൊന്നും ഒരു എക്സാക്റ്റ് സ്ക്രീൻഷോട്ട് അല്ല. പിന്നെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് 100 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു ആൻഡോ അഗസ്റ്റിൻ എന്ന് പേര് പറഞ്ഞില്ലെങ്കിലും ആൻഡോ അഗസ്റ്റിൻ ആണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഉടമ ഈ പ്രേംനാഥ് എന്ന് പറയുന്ന ബാർക്കിലെ ജീവനക്കാരന് പൈസ ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്.
അത് എങ്ങനെ 24-ന് കിട്ടി എന്നുള്ളതൊരു ചോദ്യമാണ്. അതാണ് റിപ്പോർട്ടർ പൊളിച്ചത്. ഇത് ഹാക്ക് ചെയ്തെടുത്ത രേഖയാണ്. അതായത് ഏതോ ഒരു റിപ്പോർട്ടറിലെ മുതലാളിയുടെയോ മറ്റോ ഒരു ഫോൺ ഹാക്ക് ചെയ്യുന്നു. ഒരു ഹാക്കറുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഒരു ഫോൺ ഹാക്ക് ചെയ്ത ശേഷം അതിൽ നിന്ന് കിട്ടിയ രേഖയിൽ വ്യാജമായി പലതും തിരികെ കയറ്റി ഒറിജിനലാണ് എന്ന രീതിയിൽ സംപ്രേഷണം ചെയ്യുന്നു. അത് വെച്ച് പരാതി കൊടുക്കുന്നു. ഇതാണ് 24 ചെയ്ത ക്രൈം എന്നാണ് റിപ്പോർട്ടർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ പറയുന്നത്. റിപ്പോർട്ടർ ചാനൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തങ്ങളുടെ ഫോണുകൾ ഹാക്ക് ചെയ്ത് അതിന്മേൽ പലതും ആഡ് ചെയ്ത് ഒരു വ്യാജരേഖ ഒരു ഹാക്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി എന്നതാണ് റിപ്പോർട്ടർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, പരാതിയിൽ പറയുന്നത്. അതിനടിസ്ഥാനത്തിൽ 24 പുറത്തുവിട്ട വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ് കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇതാണ് അതിൻ്റെ കഥ. അതേസമയം 24 റിപ്പോർട്ടറിനെതിരെ പറയുന്നത് അവർ വ്യാജ ബാർക്കാണ്, അവർ റേറ്റിംഗ് ഒറിജിനലല്ല, അവരുടെ എല്ലാം തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആധികാരികമായ ഒരു രേഖയും 24 പ്രദർശിപ്പിച്ചിട്ടില്ല. അവർ പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രേഖകൾ പൊതുജന സമക്ഷം പ്രദർശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ മുൻതൂക്കം റിപ്പോർട്ടറിനാണ്. റിപ്പോർട്ടറാകട്ടെ 24-നെതിരെ 2 വാർത്ത ചെയ്തു. ഒന്ന് ആലിംഗൽ മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ മുതലാളിക്കെതിരെ, അത് ഒരു FIRൻ്റെ കോപ്പി വെച്ചിട്ടാണ്. 2 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത, അതും FIRൻ്റെ കോപ്പി വെച്ചിട്ടാണ്. അപ്പോൾ റിപ്പോർട്ടർ കൊടുക്കുന്ന വാർത്തകൾക്ക് ആധികാരികതയുണ്ട്, ആധികാരിക രേഖയുണ്ട്. 24 ഹാക്ക് ചെയ്ത് സംഘടിപ്പിച്ച ഒരു രേഖ തട്ടിക്കൂട്ടി കള്ളമായി ഉണ്ടാക്കി റിപ്പോർട്ടറിനെതിരെ പ്രചരിപ്പിച്ചു എന്നാണ് FIRൽ പറയുന്നത്. റിപ്പോർട്ടർ അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മുൻതൂക്കം വരുന്നത് റിപ്പോർട്ടറിനാണ്. പക്ഷേ ഈ കേസ് ഈ 2 ചാനലുകൾ തമ്മിൽ അടിക്കുന്നു എന്നുള്ള വിഷയത്തെ മറ്റൊരു രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം വളരെ വളരെ കൂടുതലാണ്, മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. അതായത് ഒരു ചാനൽ, അതായത് പ്രത്യേകിച്ചും ഈ 24 ഹവേഴ്സ് ന്യൂസ് ചാനലുകൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാധ്യമങ്ങളുടെ വാർത്തകളെ തുടർന്ന്, മാധ്യമ ഇടപെടലിനെ തുടർന്ന് പല കാര്യങ്ങളും കേരളത്തിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ചെറിയ ഏരിയയിലുള്ള, ഇത്രയും ചെറിയ കുറവ് ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റിൽ എത്ര വാർത്താ ചാനലാണ്? 10 എണ്ണത്തിലധികം ഉണ്ട്. ആലോചിച്ച് നോക്ക്, എന്താണ് ഇത്രയും വാർത്താ ചാനലുകളുടെ ആവശ്യം? ഇവിടെ ഇനിയും വരാൻ പോവുകയാണ്. M5 ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചാനൽ വരുന്നുണ്ട്. 24 ഹവേഴ്സ് ന്യൂസ് ചാനലാണ്. അതിന് പിന്നാലെ മറ്റൊരു ചാനലും കൂടി വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. റിപ്പബ്ലിക് മലയാളത്തിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇന്ത്യ ടുഡേയുടെ മലയാളം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. സി ന്യൂസിൻ്റെ മലയാളം ഇപ്പോൾ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, മീഡിയ 1, ജനം, കൈരളി, ന്യൂസ് 18 കേരളം, സി ന്യൂസ് മലയാളം, അങ്ങനെ പോവാണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റേറ്റിൽ ഇത്രയധികം ചാനലുകൾ വരണമെങ്കിൽ ഈ സ്റ്റേറ്റിൽ അത്രയധികം കൺസ്യൂമേഴ്സ് വാർത്താ ചാനലിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓൺലൈൻ ചാനലുകളുടെ കാര്യം എടുക്ക്, വാർത്ത കൈകാര്യം ചെയ്യുന്ന എത്ര ന്യൂസ് ചാനലുകളുണ്ട്. 10, 20, 30 സ്റ്റാഫിനെ വെച്ച് ഓടിക്കുന്ന എത്രയോ ഓൺലൈൻ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ചാനലുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ വാർത്ത എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. പൊളിറ്റിക്കലി ആയാലും അല്ലാതെയും ഒരു മനുഷ്യനൊരു തീരുമാനമെടുക്കുമ്പോൾ വാർത്താ ചാനലുകൾ അവനിൽ സൃഷ്ടിക്കുന്ന ഇൻഫ്ലുവൻസ് അത് വളരെ കൂടുതലാണ്. അതാണ് ഇവരുടെ മാർക്കറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സത്യമറിയാനായി ആശ്രയിക്കുന്ന 2 ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയാണ്. അപ്പം നമ്മൾ ജനങ്ങളെന്താ പൊട്ടന്മാരാ? എൻ്റെ ഏറ്റവും ന്യായമായ ചോദ്യം, നമ്മളെ ജനങ്ങളെ ഇവർ പൊട്ടന്മാരാക്കുകയാണോ? 24 ആണ് ഇത് തുടങ്ങി വെച്ചത്, ഒരു സംശയവും വേണ്ട. 24 ആണ് ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് പേര് പറയാതൊരു ചാനലിനെതിരെ അടിച്ചത്. അതിന് മുമ്പും പലപ്പോഴും ഈ മരം കൊള്ള, ആൻഡോ അഗസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. സംഭവം വാർത്തയാണ്, കൊടുക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, അങ്ങനെയെങ്കിൽ നിയമപരമായി ഇതിനെതിരെ നീങ്ങാൻ എന്താണ് തടസ്സം? കുറേ കാലമായി നമ്മൾ കേൾക്കുന്നു ആൻഡോ അഗസ്റ്റിൻ മരം കൊള്ളക്കാരനാണ്, ആൻഡോ അഗസ്റ്റിൻ തട്ടിപ്പുകാരനാണ്, മാംഗോ ഫോൺ തട്ടിപ്പ്, മറ്റേ ഹോളിഡേയിൻ തട്ടിപ്പ്, ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ട് ആളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആൻഡോ അഗസ്റ്റിൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളം അങ്ങനെ ഒരു വെള്ളരിക്കാ പട്ടണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആൻഡോ അഗസ്റ്റിൻ്റെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് ഇതുപോലെ പുറത്തിറങ്ങി നടക്കാൻ കഴിയൂ? പിന്നെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് സാറ്റലൈറ്റ് ചാനലുകൾ വരുന്നത്. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്.
അതിൽ ഇതിൻ്റെ ഉടമകൾ, ഈ ചാനലുകൾ കൈകാര്യം ചെയ്യുന്നവർ സംശുദ്ധരായിരിക്കണം. അവർക്കെതിരെ കേസുകൾ പാടില്ല, പ്രത്യേകിച്ചും സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, ക്രിമിനൽ കേസുകൾ പാടില്ല എന്നുണ്ട്. അത് നിലനിൽക്കെ എങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിൻ ഇത്രയും കാലമായി, ഇപ്പോൾ എത്ര ആൻഡോ അഗസ്റ്റിനെ ചാനൽ ഏറ്റെടുത്തിട്ട് 2 വർഷത്തിന് മേലെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇത്രയും കാലമായിട്ട് എങ്ങനെ അദ്ദേഹത്തിന് ഇത് കൊണ്ടുനടക്കാൻ കഴിയുന്നു? ഇവിടെ അത് ചോദിക്കാനും പറയാനും ആരുമില്ലേ? പോട്ടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആൻഡോ അഗസ്റ്റിനെതിരെയും റിപ്പോർട്ടറിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ വലിയ കോലാഹലം ഉണ്ടാക്കുകയും നിയമ പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് പറയുകയും ചെയ്തതാണ്. അത് പിന്നെ എവിടെ പോയി? ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനലിനെതിരെ എന്തൊക്കെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ്, കേന്ദ്ര സർക്കാർ കയ്യിലുള്ള ആളുകളാണ്. പക്ഷെ അവരൊക്കെ എന്തുകൊണ്ട് ആൻഡോയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു? മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ഓൺലൈൻ സ്ഥാപനമുണ്ട്. അതിൻ്റെ ഉടമ സാജൻ ഷ്കാരിയ ഇയാൾക്കെതിരെ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തും, ഇനി കുറേ കഥകൾ വരും, ആൻഡോ തികഞ്ഞ തട്ടിപ്പുകാരനാണെന്നും പറഞ്ഞ് 1-2 വീഡിയോ ഇട്ടു. പെട്ടെന്ന് അതെങ്ങനെ സ്റ്റോപ്പായി? പിന്നെ എന്തുകൊണ്ട് പിന്നെ തുടർ വാർത്തകൾ വന്നില്ല? അതുപോലെ തന്നെ എത്രയോ ആളുകൾ ആൻഡോ അഗസ്റ്റിനെതിരെ മുറവിളി കൂട്ടുന്നു, റിപ്പോർട്ടർ ചാനലിനെതിരെ മുറവിളി കൂട്ടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് റിപ്പോർട്ടർ ചാനലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ഒടുവിൽ കോൺഗ്രസ്സുകാരെ ബഹിഷ്കരിച്ചിട്ട് തിരിച്ച് പിന്നെ അങ്ങോട്ട് പോയി കൈ കൊടുക്കുകയല്ലേ ചെയ്തേ? അതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് എൻ്റെ പ്രാഥമികമായ ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന 36 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഒരു അപാര മനുഷ്യനാണ്. അതായത് എന്തിനേയും, തനിക്ക് നേരെ വരുന്ന എന്തിനേയും നിഷ്പ്രഭമാക്കാനുള്ള ഒരു അസാമാന്യമായ ശേഷി ഈ ചുരുങ്ങിയ കാലം കൊണ്ട്, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനിപ്പുലേഷൻസിൻ്റെ ഭാഗമായിട്ടായാലും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗം എന്തിൻ്റെ പേരിലായാലും ആ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിയമപരമായി ആൻഡോ അഗസ്റ്റിന് സംരക്ഷണം നൽകുന്ന പല വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഉതകുന്ന തെളിവുകളോ ഈ കള്ളക്കഥകളെ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളക്കഥകളെ പൊളിക്കുന്നതിനാവശ്യമായ, നിയമപരമായി പൊളിക്കുന്നതിനാവശ്യമായ വസ്തുക്കളോ ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഇനി അതുമല്ലെങ്കിൽ പിടിച്ചുകെട്ടാൻ കഴിയാത്ത വിധത്തിൽ റിപ്പോർട്ടർ ചാനൽ വളർന്നു എന്ന ഭീതിയിൽ തുടങ്ങി വയ്ക്കുന്നവരൊക്കെ പിന്തിരിയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ നിരന്തരമായി വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ അനുകൂലികൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലികൾ റിപ്പോർട്ടറിനെ വലിച്ചു കീറുന്നു. എന്നിട്ടും ആ ചാനൽ തന്നെയാണ് ജനങ്ങൾ മുഴുവനായി കാണുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് റേറ്റിങ്ങിൽ വലിയ തോതിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ സ്പേസ് റിപ്പോർട്ടർ കൈയടക്കി കഴിഞ്ഞു. മറ്റൊരു ചാനലിനും ഇല്ലാത്ത വിധത്തിലുള്ള അപ്രമാദിത്വം റിപ്പോർട്ടർ ചാനലിനുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇത്രയധികം ആരോപണങ്ങളും ഇത്രയധികം കേസുകളും ഇത്രയധികം സമൂഹ മാധ്യമങ്ങളിലുള്ള ആക്രമണങ്ങളുമൊക്കെ അതിജീവിച്ച് അതൊക്കെ നിലനിൽക്കുമ്പോൾ അവർ സുഗമമായി എന്നല്ല ഗംഭീരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പിന്നിലൊരു കാരണമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ കാരണം കേരള സമൂഹം കണ്ടെത്തുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. എന്തും ആവാം. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ പൂട്ടുവീഴും, അതിപ്പോൾ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ടർ വിരോധികൾ വീഡിയോകളും പോസ്റ്റുകളും കഥകളും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇപ്പോഴും അവരവരുടെ കുതിപ്പ് തുടരുകയാണ്. അവർക്കെതിരെ 24 ഒരു വാർത്ത കൊടുത്തിട്ട് 24-നെതിരെ തന്നെ അത് തിരിച്ചു വിട്ട് പണി കൊടുത്തിരിക്കുകയാണ് റിപ്പോർട്ടർ. സത്യം പറഞ്ഞാൽ ആൻഡോ അഗസ്റ്റിൻ എടുക്കുന്ന പണി അത് ഒരു വല്ലാത്ത പണിയാണ്. എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ മാധ്യമ സിംഹം എന്നൊക്കെ പറയാവുന്ന, മാധ്യമ കുലപതി എന്ന് പറയാവുന്ന ശ്രീകണ്ഠൻ നായർ വെച്ച ആപ്പ് പോലും പൊളിച്ച് തിരിച്ചെടുത്ത് വെച്ച് ശ്രീകണ്ഠൻ നായരുടെ പടവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പടവും വെച്ച് കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരും ചെയ്യാത്ത കാര്യങ്ങൾ റിപ്പോർട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനെങ്കിലും തുടക്കമാണോ എന്തെങ്കിലും ഒടുക്കമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. അതാണ് പറയാനുള്ളത്.